ഇനി എറണാകുളത്ത് നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. അതായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്ര അത് തൃശ്ശൂരിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് തൃശ്ശൂരിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ EP ജയരാജൻ LDF കൺവീനറാണ്. അദ്ദേഹം ഇന്ന് ഈ യാത്രയുടെ ഒരു ഭാഗമാകുന്നുണ്ട്. ഇപിക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല സ്വന്തം ജില്ലയായിട്ടുള്ള കണ്ണൂരിൽ ഈ ജനകീയ പ്രതിരോധ ജാഥ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം പങ്കെടുക്കാത്തത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് അദ്ദേഹം ജാഥയിൽ പങ്കെടുക്കുന്നത്. വിശദാംശങ്ങളുമായി ആൻസില ചേരുന്നു. ആൻസില, അദ്ദേഹം എപ്പോഴാണ് തൃശ്ശൂരിൽ എത്തുന്നത്? എപ്പോഴാണ് ഈ ജാഥ ആരംഭിക്കുക? എപ്പോഴാണ് തൃശ്ശൂരിലേക്ക് പ്രവേശിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 9 മണിയോടുകൂടെ ചെറുതുരുത്തിയിൽ എത്തുന്ന യാത്രയ്ക്ക് ഇന്ന് തൃശ്ശൂരിലെ 12 സ്വീകരണം നൽകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈകിട്ട് 5 മണിക്ക് തേക്കിൻകാട് മൈതാനത്ത് ഒരു പൊതുസമ്മേളനം ഉണ്ടാകും. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് EP ജയരാജൻ ഇപ്പോൾ തൃശ്ശൂരിലെത്തുന്നത്. ഈ ജനകീയ പ്രതിരോധ ജാഥയുടെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ EP ജയരാജൻ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് EP ജയരാജൻ രാവിലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് തിരിച്ചു എന്നൊരു വാർത്തയും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം 20-ാം തീയതി ആരംഭിച്ച ഈ ജനകീയ പ്രതിരോധ യാത്രയിൽ ഇത്രയും ദിവസങ്ങളായിട്ടും EP ജയരാജൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് സംസ്ഥാന നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും റിസോർട്ട് വിവാദം പാർട്ടി പൊതുസമ്മേളനത്തിന് പാർട്ടി വേദിയിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലൊക്കെ വാർത്തയായതിലൊക്കെ വലിയ രീതിയിലുള്ള അതൃപ്തി ജയരാജൻ ഉണ്ടായിരുന്നു. ഈ അതൃപ്തിയാണ് ഈ കഴിഞ്ഞ മാസം 20-ാം തീയതി മുതൽ ആരംഭിച്ച ഈ ജനകീയ പ്രതിരോധ യാത്രയിൽ അദ്ദേഹം പങ്കെടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ റിസോർട്ട് വിവാദത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തുന്നതിൽ പോലും ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു EPയുടെ പ്രധാന വാദം. ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടി അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വം ഇതിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും എടുത്തിരുന്നില്ല. ഇതാണ് ഇദ്ദേഹത്തെ കൂടുതൽ അതിനോടുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിൽ ജനകീയ പ്രതിരോധ യാത്രയിൽ അദ്ദേഹം പങ്കെടുക്കാതിരിക്കാനുള്ള കാരണമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു CPMന്റെ പ്രതിരോധ ജാഥയിൽ താൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. കേരളം മുഴുവൻ ഒരുപോലെയാണെന്നും ഏത് ജില്ലയിൽ വെച്ചും ഈ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാമെന്നും ഇന്നലെ EP വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പും ഈ പ്രതിരോധ ജാഥയിൽ EP ജയരാജൻ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് MV ഗോവിന്ദനോട് ചോദിച്ചപ്പോഴും അദ്ദേഹം ഇതേ ഉത്തരം തന്നെയാണ് ആവർത്തിച്ചത്. അദ്ദേഹം LDF കൺവീനറാണ്. തിരുവനന്തപുരത്ത് ജാഥ അവസാനിക്കുന്നത് വരെ ഏത് സമയത്തും അദ്ദേഹത്തിന് ഈ ജാഥയിൽ ഒപ്പം ചേരാമെന്നും MV ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വന്നതിന് പിന്നാലെ പ്രത്യേകിച്ച് EP ജയരാജൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു താൻ ഈ ജാഥയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ എവിടെ വെച്ചും ഈ ജാഥയിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് ഈ ജാഥയിൽ പങ്കെടുക്കാനായിട്ട് പുറപ്പെട്ടിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം ഈ ജാഥയുടെ ഭാഗമായ അണികളെ അഭിസംബോധന ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഭദ്ര. ശരി അൻസില, വിവാദങ്ങൾക്കിടയിലാണ് EP ജയരാജൻ ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. കണ്ണൂരിൽ, അതായത് സ്വന്തം ജില്ലയിൽ പോലും അദ്ദേഹം ജാഥയുടെ ഭാഗമായിരുന്നില്ല. എന്നാൽ കേരളം മുഴുവൻ കേരളത്തിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തനിക്ക് വരാം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് അദ്ദേഹം. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണം തന്നെയാണ് ഇന്ന് തൃശ്ശൂരിലെ ഈ ഒരു ജാഥയിലേക്ക് അദ്ദേഹം എത്തുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്ത് ഈ ജാഥ അവസാനിക്കുന്നതിനുള്ളിൽ വീണ്ടും ഒരു പ്രത്യക്ഷപ്പെടൽ ഉണ്ടാകും എന്ന തരത്തിലും ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തുകയുണ്ടായി.